ഓരോ ഭാര്യയും, ഓരോ ഭർത്താവും ചിന്തിക്കുന്നത് എന്നിലൊരു കുഴപ്പവുമില്ല. എൻ്റെ പങ്കാളിക്കാണ് സകല പ്രശ്നവും എന്നാണ്. മനുഷ്യ സഹജമാണ് എന്ത് പ്രശ്നമുണ്ടായാലും അത് മറ്റുള്ളവർ കാരണമാണ് എന്ന് പറയലും അല്ലെങ്കിൽ കുറ്റം മറ്റുള്ളവരിൽ ചാരലും. എന്നാൽ പലപ്പോഴും കുടുംബത്തിലുള്ള പ്രശ്നം അവരായിരിക്കില്ല, നമ്മളായിരിക്കും. അല്ല, നിങ്ങളായിരിക്കും. നിങ്ങളാണോ യഥാർത്ഥത്തിൽ പ്രശ്നക്കാരൻ അല്ലെങ്കിൽ പ്രശ്നക്കാരി എന്നറിയാനുള്ള ഒരൊറ്റ അടയാളങ്ങൾ പറയാമേ. 1. കുടുംബത്തിൽ എന്ത് തർക്കം ഉണ്ടായാലും അതിൽ ഞാൻ ജയിക്കണം എന്ന വാശിയുള്ള ആളാണോ നിങ്ങൾ? ആര് ശരി, ആര് തെറ്റ്, എന്ത് ശരി, എന്ത് തെറ്റ് എന്നതിനേക്കാളുപരി ഞാൻ റൈറ്റ് ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ. 2. പങ്കാളി എന്തെങ്കിലും മാനസിക വിഷമം പറയുമ്പോൾ അതിനെ വളരെ ട്രിവിലൈസ് ചെയ്ത് വില കുറച്ച് കാണുക. അത് വെറും അഭിനയമാണെന്ന് പറയുക. അല്ലെങ്കിൽ അത് കുട്ടികളെ പോലെ പരാതി പറയുന്ന സ്വഭാവമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരാളാണോ നിങ്ങൾ? 3. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ മാപ്പ് ചോദിക്കാൻ മടിക്കുന്ന ആളാണോ? ഇനി കയ്യോടെ നിങ്ങളുടെ തെറ്റ് പിടിച്ച് മാപ്പ് ചോദിക്കേണ്ടി വന്നാലും ആ കൂട്ടത്തിൽ പങ്കാളിയെ ഒന്ന് കുറ്റപ്പെടുത്തും. അതായത് ഞാൻ അങ്ങനെ പറഞ്ഞത് സോറി, പക്ഷെ നീ ഇങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ എന്നും കൂടെ പറഞ്ഞൊന്ന് കുറ്റപ്പെടുത്തുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? 4. കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് മുൻകൈ എടുത്ത് പരിഹരിക്കുന്നതിന് പകരം ഭയങ്കര മൗനം അവലംബിച്ച് പതുക്കെ മാറി നിൽക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? 5. നിങ്ങളുടെ പങ്കാളിയെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം. മാത്രമല്ല, പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും പറഞ്ഞു കൊടുക്കൂല, ഒരു നന്മയെയും അഭിനന്ദിക്കില്ല. മറിച്ച് എപ്പോഴും കുറ്റപ്പെടുത്തുന്ന സ്വഭാവമാണോ നിങ്ങൾക്കുള്ളത്? 6. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ പങ്കാളി നിങ്ങളുടെ മനസ്സറിഞ്ഞ് പെരുമാറണം, നിങ്ങളുടെ ആഗ്രഹം നടത്തിത്തരണം എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? 7. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുടുംബത്തിൽ വഴക്കുണ്ടാക്കുമ്പോൾ കഴിഞ്ഞ 20, 30, 40 വർഷത്തെ മുഴുവൻ പ്രശ്നങ്ങളും വലിച്ചഴച്ച് ഒരു അവിയൽ പരുവത്തിൽ പ്രശ്നത്തെ കുഴച്ച് മറിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? 8. സ്വയം ഒരു തെറ്റും കാണൂല, എല്ലാ തെറ്റും മറ്റുള്ളവരിൽ നിരന്തരം ആരോപിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഈ പറഞ്ഞ 8 എണ്ണത്തിൽ ഏത് നിങ്ങൾക്കുണ്ടെങ്കിലും ഓർത്തോളൂ, ഇപ്പോൾ കുടുംബത്തിൽ നടക്കുന്ന വഴക്കിന് ഒരു കാരണം നിങ്ങൾ തന്നെയായിരിക്കും.